ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയിലും കുടുംബശ്രീയിലും പട്ടികജാതി വികസന വകുപ്പിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 നോട്ടിഫിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ട് നോക്കാം. കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായത്തോടെ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മാതൃക വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോം, എൻട്രി ഹോം സ്ഥാപനങ്ങളിൽ ഹോം മാനേജർ, ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ, ഹൗസ് മദർ, സൈക്കോളജിസ്റ്റ്, ക്ലീനിങ് സ്റ്റാഫ്, കുക്ക് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക. അപ്പോൾ യോഗ്യതയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 29/7/2022 രാവിലെ 10 മണിക്ക് തൃശ്ശൂർ രാമവർമ്മപുരം വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ഹോം മാനേജർ പോസ്റ്റാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ എൻട്രി ഹോമിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ MA സോഷ്യോളജി അല്ലെങ്കിൽ MA സൈക്കോളജി അല്ലെങ്കിൽ MSc സൈക്കോളജി ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 മുതൽ 45 വരെ പ്രായപരിധി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 22,500 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ പോസ്റ്റാണ്. ഒരു ഒഴിവാണുള്ളത്. തൃശ്ശൂർ എൻട്രി ഹോമിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജിയിലുള്ള PG ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 16,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഹൗസ് മദർ പോസ്റ്റാണ്. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ മാതൃക വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജിയിലുള്ള PG ആണ്. പ്രായപരിധി വരുന്നത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടാതെ വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 22,500 രൂപയാണ് ലഭിക്കുക. അടുത്തത് സൈക്കോളജിസ്റ്റ് പോസ്റ്റാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ മാതൃക വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് PG ഇൻ സൈക്കോളജിയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സാണ്. 30 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസം 20,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ക്ലീനിങ് സ്റ്റാഫ് പോസ്റ്റാണ്. ഒരു ഒഴിവാണുള്ളത്. തൃശ്ശൂർ എൻട്രി ഹോമിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 5ാം ക്ലാസ് ആണ്. പ്രായപരിധി 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 9,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് കുക്ക് പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ മാതൃക വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. പ്രായപരിധി വരുന്നത് 25 വയസ്സാണ്. 30 മുതൽ 45 വരെ പ്രായമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രതിമാസ വേതനം 12,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ഒഴിവിനെ കുറിച്ചിട്ട് നോക്കാം. പാലക്കാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. പാലക്കാട് ജില്ലയിലെ കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ പട്ടാമ്പി, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം, അട്ടപ്പാടി, പാലക്കാട്, മലമ്പുഴ, ചിറ്റൂർ, കൊല്ലങ്കോട്, ആലത്തൂർ, കുഴൽമന്ദം ബ്ലോക്കുകളിൽ മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടൻറ്റിനെ നിയമിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിരുദമാണ്. കൂടാതെ കുടുംബശ്രീ കുടുംബാംഗങ്ങളായ വനിതകളായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അപേക്ഷ, ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ സഹിതം ജൂലൈ 26 വൈകിട്ട് 5 മണിക്കകം പാലക്കാട് സിവിൽ സ്റ്റേഷനിലുള്ള കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ ഓഫീസിൽ നൽകേണ്ടതാണ്. അപേക്ഷകർ പാലക്കാട് ജില്ലയിലെ സ്ഥിര താമസക്കാർ ആയിരിക്കണം. അതാത് ബ്ലോക്കിലെ അപേക്ഷകർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്.
അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് പട്ടികജാതി വികസന വകുപ്പിൽ വന്നിട്ടുള്ള ഒഴിവിനെ കുറിച്ചിട്ട് നോക്കാം. കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർമാരുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. താൽക്കാലിക നിയമനമാണ്. അപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കളെ വകുപ്പിന്റെ ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പങ്കാളികളാക്കി ജോലി പരിചയം ആർജിക്കുന്നതിനും വികസന പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും അവസരമൊരുക്കുന്ന നൂതന പരിശീലന പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർമാരെ നിയമിക്കുന്നതിന് ഇപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് MSW ആണ്. പ്രായപരിധി 21 മുതൽ 35 വയസ്സ് വരെയാണ്. ജില്ലാ തലത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. യോഗ്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അപേക്ഷിക്കേണ്ടതില്ല. കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർമാരെ നിയമിക്കപ്പെടുന്നവർക്ക് സ്ഥിര നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ടോട്ടൽ 60 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പട്ടികജാതി വികസന വകുപ്പിന്റെ വിവിധ ജില്ലാതല ഓഫീസുകളിലും വിവിധ കോർപ്പറേഷൻ ഓഫീസുകളിലും ഡയറക്ടറേറ്റിലുമാണ് നിയമനം നടത്തുന്നത്. പ്രതിമാസ ഓണറേറിയം 20,000 രൂപയാണ് ലഭിക്കുക. നിയമന കാലാവധി വരുന്നത് 2 വർഷമാണ്. അപ്പോൾ താല്പര്യമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2022 ഓഗസ്റ്റ് 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ടാണ്. അപ്പോൾ ഒരു 3 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.